ബോച്ച താമസിക്കുന്ന അവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്, അങ്ങോട്ട് പോവാണ്. അമീനും വീരാൻകുട്ടി വരെ കടണ്ട്. അപ്പം നമുക്കൊന്ന് പോയാൽ നോക്കാം. ഈ സംഭവമാണത്. ഇതെന്താ സംഭവമൊന്നും ഇതിലായിട്ടില്ല. ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെയുണ്ട്, എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്. ഞാൻ ഏതായാലും ഇത് ആദ്യമായിട്ട് നമുക്ക് ഏതായാലും ഇവരോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ്. ഒരു ഡോറുണ്ട്. ഓക്കറത് സെറ്റാണല്ലേ അതിൻ്റെ ഉള്ളിൽ. ഫുള്ള് സെറ്റപ്പാണ്. ക്യാമ്പിങ്, അതൊരു ബാത്റൂമുണ്ട്, ഫുള്ള് സെറ്റപ്പ് ഉണ്ട്. കർട്ടൻ വേണം. മിക്കവാറും എന്തേക്കായിരുന്നോ നിങ്ങളേ ആ നാലാളുകൾ പറഞ്ഞയച്ചാൽ ഓലെ വേഗം പറഞ്ഞാണ് തീരുമാനമാക്കി വിടുകാറ്. വല്ലാത്ത വൈബാണ്. നമുക്ക് മനസ്സിലുണ്ടെങ്കിലും ഇത്ര പ്രകൃതി രമണീയമായ സ്ഥലം ദൈവം എന്തിനെടുത്തു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. വയനാടിൻ്റെ ഒരു വലിയ വ്യൂ ആണ്. ഏറ്റവും ഞാൻ കുറേ വട്ടം വയനാട് വന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും പറയല്ല, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വരും. അപ്പം നോക്കി ഒറ്റ വ്യൂവില് ഒരു ഫുൾ ഫ്രെയിം കിട്ടും. ഫ്രെയിമാണ് ബോച്ച ഇപ്പോൾ ഉള്ളത്. അതെ, ഞങ്ങൾ മിക്കവാറും ഇവിടുന്ന് ആട്ടും. അതുകൊണ്ടുണ്ടാവും. ഇടത്തനാട്ടക്കാർ എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെയാണ്, പറയാത്ത സ്ഥലത്ത് കൂടിയൊക്കെ കയറുന്ന പരിപാടിയാണ്. രമ്യ നിർബന്ധിച്ചുകൊണ്ട് കയറിയതാ, താല്പര്യമില്ല. പക്ഷേ നിങ്ങളത് കാണണമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇപ്പൊ വന്ന ആവശ്യം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുവിധം ഇന്നത്തെ പ്രോഗ്രാമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് നമ്മളാ. അതിന്റെ ഉദ്ഘാടന സെറ്റപ്പും വേദി ഒരുക്കിയൊക്കെ നമ്മളാ. ആരാ ഇത് അതൊക്കെ 1000 രൂപ അങ്ങനെ ചെറിയ ബെഡ്റൂം ഉണ്ടാവില്ല. ഓപ്പൺ ആയിട്ട് ആകാശം കണ്ടിട്ട് ഇതിൽ നിങ്ങള് ഈ സാധനത്തിന് വരുമ്പോഴേ ഇത് മനോഹരമായിട്ട് കിടന്നുറങ്ങാൻ മാത്രം പറ്റുന്ന സംഗതിയാണ്. കാരണം മേൽഭാഗവും അതുപോലെ തന്നെ സൈഡ് വ്യൂ ഒക്കെ നമുക്ക് കണ്ടാസ്വദിക്കുന്നത് പോലെ നമ്മൾ വല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് പുറത്തുനിന്ന് ആളുകൾക്കും കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഈ ഒരു കാലാവസ്ഥയെ എന്താണ് സാധനം, ബലൂണാണ്, ഒരു ബലൂൺ നിറച്ച എയറാണ്. പിന്നെ ബോച്ച ചിലപ്പോൾ നിർബന്ധിക്കും, കുട്ടികളെ നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇന്നിവിടെ നിന്നോളി. ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ഗ്യാസും ഇതൊക്കെ പോണുണ്ട്. ഗ്യാസ് എടുക്കും. പിന്നെ ഞാൻ ശരിക്കും നടന്ന് വന്ന് ആ ഒതുക്കൊക്കെ ഇറങ്ങി റീൽസ് ഒക്കെ ആക്കി 30 സെക്കൻഡ് റീൽ ഇച്ചിരി ക്ലിയർ റീൽസ് ഒക്കെ ആക്കി ഇങ്ങനെ എടുക്കും. എന്നിട്ട് അത് സ്റ്റാറ്റസ് ആക്കി റീൽസ് ആക്കി അത് കിട്ടും. എന്നാ ഓക്കെ, ഞങ്ങൾ സെൽഫി എടുക്കട്ടെ. ഈ വെയിലേ, ഈ കാണുന്ന വെയിൽ പോകുന്നതിന് മുന്നേ ഞങ്ങൾ സെൽഫി ആക്കട്ടെ. ഓക്കെ, അപ്പൊ അടുത്തൊരു പരിപാടിക്ക് നമുക്ക് ബോച്ചനെ ഇടത്തനാട്ടുകര പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോട് സംസാരം കൊണ്ട് എനിക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അയാൾ ഇടത്തനാട്ടുകര വരേണ്ടതാണ്, വിളിച്ച് പറയാന്നാണ് പറഞ്ഞത്. ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യന് നമ്മളെ കേൾക്കുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. അത് പറയണ്ട. 2 മണിക്കാടെ പോയിട്ട് എത്ര 7 വരെ നമ്മളോട് ഡിസ്കസ് ചെയ്യായിരുന്നു പല വിഷയങ്ങളും. അദ്ദേഹത്തിന്റെ ഒരുപാട് ആളുകൾ വന്ന് കാണലും ഇതൊക്കെ ഉണ്ട്. അല്ല, ഇത്രയും വലിയൊരു കോടീശ്വരനായിട്ട് നമ്മളൊക്കെ എത്ര നേരം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് മെയിൻ അതന്നെ കേട്ടോ. ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ബോച്ചേട്ടി. പക്ഷെ ഇടത്തനാട്ടുകാർക്ക് ഒരു പ്രത്യേക പരിഗണന. ബോച്ചയുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾ അവിടുത്തുകാരനായി മാറി. അവസാനം ചായട്ടത് നമ്മളാ, പിന്നെ വന്ന ഗസ്റ്റിന് ഗ്യാസ് സ്റ്റവ് കേടുന്നിട്ട് നേരായി കൊടുത്ത് ഗ്യാസ് കൊണ്ടേക്കണം. ഫുള്ള് സജീവമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. നമ്മൾ പുറത്തൊരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ ഒരു വ്യത്യസ്തമായ മനുഷ്യൻ, ഇത്രയും പൈസ ഉണ്ടായിട്ട് ഈ താഴെത്തട്ടുള്ള ജനങ്ങൾ നമ്മൾ ഒരു പരിചയമില്ല. ഇന്ത്യയിലുള്ള ഇടത്തനാട്ടുകാരെ കേൾക്കാൻ പറ്റി, ഇടത്തനാട്ടുകാരെ കുറിച്ച്
ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അയാൾ ഇങ്ങോട്ട് പറഞ്ഞു നമ്മൾ എന്തായാലും അവിടെ വരേണ്ടതാണ്. പലയിടത്തും പോലെ തന്നെ നിങ്ങളെ ഗ്രാമീണ പ്രദേശത്തൊന്ന് വരണം എന്നുള്ളത് വളരെ ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും 100% ട്രൈ ചെയ്യും എന്നുള്ളൊരു ഉറപ്പാണ് അയാൾ തന്നിട്ടുള്ളത്. നമ്മൾ വെച്ച കാര്യങ്ങളും അയാള് ഒരു തീരുമാനം നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് കിട്ടും. എടത്തനാട്ടെ ഒരുപാട് പരിപാടികൾ ഉണ്ടാകണേ, ചാരിറ്റിന്റെ പരിപാടി, എന്തെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടിട്ട് നമുക്ക് എൻട്രി, അത് നമ്മൾ ആ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഒരു കോണ്ടാക്ട് നമ്മൾ ഈ പോയോണ്ട് ഉണ്ടാക്കിയെടുത്തത്. ഇനി ആർക്കെങ്കിലും ഒരു കുടിയിരിക്കൽ വേണമെങ്കിൽ അത് പോയി പറഞ്ഞാലും ബോച്ചക്ക് ഇനി ഇടത്തനാട്ടുകാർ വന്നേ പറ്റും. വേറെ രസം എന്താ വെച്ചാല് ബോച്ച മാത്രല്ല ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് അവിടെ കൂടിയിരുന്ന് നമ്മളെ കാര്യം ഞമ്മക്കൊരു അവസരം കിട്ടി നമ്മൾ സംസാരിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ച് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ എല്ലാരും കേട്ട് നിൽക്കുകയാണ്. അപ്പോ എന്തായാലും അപ്പൊ എന്തായാലും എടത്തനാട്ടുകരയിലൊരു കാര്യം വരുമ്പോ എടത്തനാട്ടുകരയിലൊരു എന്തെങ്കിലും ഒരു ഉദ്ഘാടനമോ അല്ലെങ്കിൽ ചാരിറ്റിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാലിയേറ്റീവിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ D2Dന്റെ പ്രോഗ്രാം ആയിക്കോട്ടെ, എടത്തനാട്ടുകരയിൽ ഒരു ദിവസം ബോച്ച വരും. അയാൾ തീർത്തു അത് അടിപൊളിയായിട്ടുള്ള ഒരു എൻട്രി ആയിരിക്കും. അത് നമ്മൾ അങ്ങോട്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എടത്തനാട്ടിലെ ബോച്ച നിർബന്ധമായിട്ടുണ്ടായിരുന്നത് അത് ഈ ചാരിറ്റി മറ്റുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് വലിയൊരു താല്പര്യമായിട്ടുണ്ട്, വരണം കാണണം എന്നുള്ളതൊക്കെ. അപ്പൊ എന്തായാലും മൂപ്പര ആ വേർഡ് നമ്മൾ വീണ്ടും വേർഡ് പറയണതാണ്. കോൺക്രീറ്റോ കോൺക്രീറ്റ് വേൾഡ് വിത്ത് ലവ്. കോൺക്രീറ്റ് വേൾഡ് വിത്ത് ലവ്. എവരിബഡി. അപ്പൊ ഓക്കെ, ടാറ്റ, ബൈ ബൈ.